ഹായ് ഹലോ എല്ലാവർക്കും AD4 ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. 1K സബ്സ്ക്രൈബേഴ്സ് എന്ന ടാർഗറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ പിന്തുണ എന്തുകൊണ്ടും ആവശ്യമുണ്ട്. സോ നമുക്ക് വീഡിയോയിലോട്ട് വരാം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ഒരു വാർത്ത നമ്മുടെ കാതുകളിലേക്ക് സത്യമായി തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, ദ മജീഷ്യൻ അഡ്രിയൻ ലൂണ ഈസ് ബാക്ക്. ഇത് ഒഫീഷ്യലായിട്ട് തന്നെ പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കുമനോവിച്ച് അഡ്രിയൻ ലൂണയുടെ ബാക്കിനെ കുറിച്ച്, അഡ്രിയൻ ലൂണ ടീമിനൊത്ത് ജോയിൻ ചെയ്യുന്നു എന്ന തരത്തിലൊക്കെ പത്രമാധ്യമങ്ങളോട് സംസാരിച്ചതായിട്ട് നമ്മൾ കേട്ടതാണ്. സോ നമ്മൾ കേട്ട വാർത്തകൾ ശരി തന്നെയാണ്. അഡ്രിയൻ ലൂണ ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് മത്സരങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു മത്സരങ്ങളിലൊക്കെയും അഡ്രിയൻ ലൂണ കളിക്കുമെന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ. മാത്രവുമല്ല, ഒരു ചിത്രം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയ ഒന്നടങ്കം തരംഗം സൃഷ്ടിക്കുകയാണ്. അഡ്രിയൻ ലൂണയും മാർക്കോ ലെസ്കോവിച്ചും ഇവാൻ വുക്കുനോവിച്ചും കൂടി തീർന്നിട്ട് ഈ അവധി സമയങ്ങളിലും പരിശീലനങ്ങളിൽ ഏർപ്പെടുന്നതായിട്ടുള്ള ഒരു ചിത്രം നമ്മൾ വളരെയധികം ശ്രദ്ധേയമായിട്ട് നോക്കിക്കണ്ടതാണ്. സോ ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ഒരുപാട് ട്വിസ്റ്റുകൾ നമ്മിലേക്ക് വരാനുണ്ട്. ഇനി വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിൽ നമുക്ക് കൂടുതൽ പ്രതീക്ഷകൾ ചൊലുത്താം എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം, പരിക്ക് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ നല്ല രൂപത്തിലുള്ള ഓളത്തെ തീർത്തും മാറ്റി എഴുതിയിട്ടുള്ളത്. ഇത്തരമൊരു പ്രധാന സാഹചര്യത്തിൽ അഡ്രിയൻ ലൂണ പോലത്തെ ഒരു കീ പ്ലെയർ മടങ്ങി വരിക എന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വാർത്ത തന്നെയാണ്. സോ നമുക്ക് കാത്തിരുന്ന് കാണാം അഡ്രിയൻ ലൂണയുടെ ഈ ഒരു മടക്കത്തിനായി. ബ്ലാസ്റ്റേഴ്സ് ഇനി വിജയിച്ച് കയറുന്നതും നമുക്ക് കാത്തിരിക്കാം. ഇതുപോലത്തെ KBFC അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.